ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കപ്പ മസാലയല്ല, കപ്പ കൊണ്ടൊരു ബോണ്ട കണ്ടോ. നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ വെച്ച് ചെയ്യുന്ന അതേ രുചിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് കപ്പ വെച്ചിട്ട് നമുക്ക് കപ്പ ബോണ്ട ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് കപ്പ ബോണ്ട ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാൻ ഈ ഒരളവിൽ കപ്പ വേവിച്ച് ഉപ്പും ചെറിയ രീതിയിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ഉടച്ചെടുത്താണ് കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ കപ്പ. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു സവാള പൊടിയായി അരിഞ്ഞിട്ട് ഒരു 3 പച്ചമുളക് നടുകെ കീറി ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 6-7 വെളുത്തുള്ളി കീറിയെടുത്താണ്. പിന്നെ ഇതിലേക്ക് പൊടിയായിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 3/4 സ്പൂണ് നമ്മളെ ചിക്കൻ മസാല, അല്പം ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി. കണ്ടല്ലോ, ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങ് സ്റ്റൗവിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതോടൊപ്പം തന്നെ സവാളയും പച്ചമുളകും, ഉപ്പിട്ട് കൊടുക്കാം. അര സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇന്ന് ചെറുതായി ഒന്ന് വഴന്നു വന്നോട്ടെ. നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. നല്ലപോലെ ആവണ്ട, പകുതി മാത്രം വഴന്നു വന്നാൽ മതി. ഇനി നമുക്ക് നമ്മൾ 4 ഐറ്റം പൊടികൾ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അത് പച്ചമണം ഒന്ന് മാറി വരട്ടെ. നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. ഇനി അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം. അല്പം കുറച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കിയെടുക്കുക. നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറവുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ബോണ്ടയ്ക്കുള്ള ഫില്ലിംഗ് ആണിത്. നമ്മളെ മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം, മുക്കിയെടുക്കാനുള്ള. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ഉപ്പും ഇതൊക്കെ നല്ല കറക്റ്റാണ്. നേരത്തെ ഒരു അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ഇട്ടല്ലോ. പിന്നെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ ബോണ്ടയുടെയൊക്കെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം കേട്ടോ. സ്റ്റൗ ഓഫാക്കി ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ബോണ്ട മുക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. 1 കപ്പ് അളവിൽ ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയ്ക്ക് പകരം നമ്മൾ അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അരിപ്പൊടി തീർന്നിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ. ഇനി ഇതിലേക്ക് അളവിൽ
കായപ്പൊടി, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള അയമോദകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒത്തിരി തിക്കാവാനും പാടില്ല. നമ്മൾ ബോണ്ടയ്ക്കൊക്കെ അറിയാമല്ലോ, കലക്കിയെടുക്കുന്ന പരുവം. നമ്മൾ ഈ ഒരു രൂപത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്കിത് മുക്കിയെടുക്കാനുള്ളത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കപ്പ നല്ലപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചുരുട്ടിയെടുക്കാം. ഓക്കെ, നമ്മൾ എല്ലാം ഇതുപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പ. ഇനി നമുക്ക് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നാൽ നമ്മൾക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായിക്കൊണ്ടിരിക്കുന്നത് മാവിലേക്ക് മെല്ലെ സ്പ്രെഡ് ചെയ്യുക. ചൂടാവുന്നേ ഉള്ളൂ എണ്ണ. നമുക്ക് ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. കാരണം മുങ്ങിയിട്ടില്ലല്ലോ നമ്മളെ ബോണ്ട. പിന്നെ ഒത്തിരി നമുക്ക്, എന്നിട്ട് ഞാൻ ഓയിൽ അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പാത്രത്തിന് കുഴിവ് കുറവായതുകൊണ്ടാണ്, മുങ്ങിക്കിടന്നിട്ടില്ലല്ലോ. നമുക്കല്പം ഓയിലിങ്ങനെ മുകളിലേക്കായിട്ട് തട്ടി കൊടുക്കാം. പിന്നെ ഓയിൽ ഒത്തിരി ചൂട് കുറഞ്ഞു, ആവി വരുന്നുള്ളൂ. നമ്മൾ ബോണ്ട പെട്ടെന്ന് കരിഞ്ഞു പോവില്ല, നല്ലപോലെ ആയിക്കോളും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പയൊക്കെ കുക്കിംഗ് ആയതാണല്ലോ. നമ്മുടെ ഈ മുകളിലുള്ള മാവ് മാത്രം ഒന്ന് കുക്കിംഗ് ആയി വന്നാൽ മതി. ചിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടാണല്ലോ ബോണ്ടയൊക്കെ ഉണ്ടാക്കുക. നമ്മളിന്ന് ഒരു വെറൈറ്റി കപ്പയും വെച്ച് നോക്കാം. നല്ല ടേസ്റ്റാട്ടോ, കപ്പയുടെയും നല്ലൊരു രുചിയാണല്ലോ, നല്ല മസാലയൊക്കെ ചേരുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ കപ്പയുടെ ടേസ്റ്റ് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും കൂടി മുരിഞ്ഞ് വന്നാൽ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കപ്പ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിതൊന്ന് കോരി മാറ്റിയിട്ട് അടുത്തത് വെച്ച് കൊടുക്കാം. ഓക്കെ, കണ്ടല്ലോ നമ്മുടെ സുന്ദരി കപ്പ ബോണ്ട. ഇനി നമുക്ക് അടുത്തതും കൂടി ഒന്ന് വെച്ച് കൊടുത്തേക്കാം. പിന്നെ ഇതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, എന്നിട്ട് ഫോട്ടോ കാണിക്കാം. ഇപ്പോൾ നമ്മളെ കപ്പ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബോണ്ട ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഭയങ്കര രുചിയാണ്. നല്ല സോഫ്റ്റും നല്ല രുചിയുമാണ്. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്കിത് കപ്പ വെച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി.